ശോധന ആരോടും പറയാറില്ലെൻ അലതല്ലും വേദന ആരാരും അറിയാതിന്നിൽ തീരതല്ലും ശോധന. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. രക്ഷാ ദിവസം, സുപ്രസാദ കാലം, നല്ല കാലം തന്നിരിക്കുകയാണ്. നല്ല കാലം. ഇന്ന് നമ്മുടെ കാതിന് കേൾവിയുണ്ട്, വചനം കേൾക്കാം. നമ്മുടെ കണ്ണിന് കാഴ്ചയുണ്ട്, വചനം വായിക്കാം. നമ്മുടെ നാവിന് ബലമുണ്ട്, നമുക്ക് സംസാരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മുടെ കൈകൾക്ക് ബലമുണ്ട്, പ്രവർത്തിക്കാം. കാലുകൾക്ക് വേഗതയുണ്ട്, ഇന്ന് നമുക്ക് സഞ്ചരിക്കാം. നമ്മുടെ ഹൃദയം സ്പന്ദിക്കുന്നുണ്ട്, നമുക്ക് പ്രവർത്തിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നല്ല കാലമാണ്, നല്ല കാലം. എന്നാൽ ബോധമില്ലാതെ കിടക്കുമ്പോൾ പഴയകാലത്തെ പാപത്തെ ഓർക്കാൻ പറ്റുകയില്ലല്ലോ. ബോധം മറിഞ്ഞു പോകുമ്പോൾ പഴയകാലത്തെ പാപങ്ങളിൽ നിന്ന് ഓർക്കാൻ പറ്റുകയില്ലല്ലോ, പിന്നെ അനുഭവിക്കാൻ പറ്റുകയില്ലല്ലോ. പരിശുദ്ധാത്മാവ് മാറിക്കഴിഞ്ഞാലോ നമുക്ക് പിന്നെ പാപബോധം കൽപ്പപോലും കിട്ടുകയില്ലല്ലോ. ഓർക്കൂ, രക്ഷാ ദിവസം ഇന്ന് എന്നൊരു ദിവസം നമുക്ക് തന്നിരിക്കുന്നു. ഇന്ന് നിങ്ങൾ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുതെന്ന് അപ്പോസ്തലൻ പറയുന്നു. കഠിനമാക്കരുത് എന്ന് ഇബ്രായലേഖനം 3-ാം അധ്യായം. ഇന്ന് നിങ്ങൾ പരീക്ഷാ ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു, ഹൃദയം കഠിനമാക്കരുത്. നിങ്ങൾ എളിമപ്പെടുക, താഴുക, ഹൃദയം കഠിനമാക്കരുത്. താണ് പറയുക, കർത്താവേ, ഞാനൊരു ദരിദ്രനായ പാപിയാണ്. ഐ എം എ പൂവർ സിന്നർ. കർത്താവേ, ഞാനൊരു പാപിയാണ്, ഞാൻ മഹാപാപിയാണ്. കർത്താവേ, ഞാൻ എൻ്റെ ഉള്ളത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ലജ്ജിക്കാനേ വകയുള്ളൂ. പുറമേ അന്യായി നടക്കുമ്പോഴും എൻ്റെ ഹൃദയം, എൻ്റെ കർത്താവേ, അസൂയ കൊണ്ട് ഹൃദയം, സ്വാർത്ഥത കൊണ്ട് ഹൃദയം, ദ്രവ്യാഗ്രഹമുള്ള ഹൃദയം, പലരോടും ഇണക്കമില്ലാത്ത ഹൃദയം, ചിലരെ ദ്വേഷിക്കുന്ന ഹൃദയം, എൻ്റെ കർത്താവേ, ചിലരെന്നോട് ചെയ്ത തെറ്റ് പൊറുക്കാത്ത ഹൃദയം, ക്ഷമിക്കാത്ത ഹൃദയം, എൻ്റെ കർത്താവേ, അനേകം അശുദ്ധമായ വിചാരങ്ങളുടെ ഹൃദയം, അശുദ്ധമായ വികാരങ്ങളുടെ ഹൃദയം. കർത്താവേ, എൻ്റെ ഹൃദയം ഏറ്റവും ഹീനമായിരിക്കുന്നു, അത് ദുർഗന്ധം നിറഞ്ഞതായിരിക്കുന്നു. കർത്താവേ, എന്ന് നോക്കുമ്പോൾ എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയം ഞാൻ കഠിനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എത്രയോ കേട്ടതാണ് എന്നുള്ള ഭാവമാണ് എനിക്ക്. ഞാനിതെല്ലാം കേട്ടതല്ലേ എന്നാണ് എൻ്റെ ചിന്ത. അതുകൊണ്ട് ഹൃദയം കഠിനമാകുന്നു. കർത്താവേ, ഇന്ന് നിങ്ങളെൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിലെന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. സ്തോത്രം. ഇന്ന് ദൈവത്തിന് വചനം കേൾക്കുകയാണ്. ഇന്ന് രക്ഷാ ദിവസമാണ്, സന്തോഷത്തിന് സുദിനമാണ്. എന്താണ് വേണ്ടത്? കർത്താവേ, എന്നോട് സംസാരിപ്പാൻ നീ എഴുന്നള്ളി വന്നിരിക്കുന്നുവല്ലോ, എന്നോട് നിൻ്റെ വചനം അറിയിക്കുന്നുവല്ലോ. നല്ല കാലം എനിക്ക് തന്നിരിക്കുന്നു, നല്ല സമയം എനിക്ക് തന്നിരിക്കുന്നു. കർത്താവേ, നീ എനിക്ക് അതിനുള്ള സാഹചര്യം തന്നിരിക്കുന്നു. കർത്താവേ, ഈ തിരുവചനം കേൾക്കാനിടയായല്ലോ. നിങ്ങൾ ചിന്തിക്കണം, കർത്താവേ, എനിക്ക് വേണ്ടി ഒരുക്കിയ ഈ മനോഹരമായ ദിവസം, എൻ്റെ കർത്താവേ, സന്തോഷത്തോടെ കർത്താവേ, ഞാൻ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് പോകാൻ എനിക്ക് ഭാഗ്യം തരണം. ഇന്ന് രക്ഷാ ദിവസം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രക്ഷാ ദിവസം. ഇപ്പോഴോ സുപ്രസാദ കാലം, ദൈവത്തിൻ്റെ കൃപയുള്ള കാലം. കൃപയാണ് നമ്മോട് സംസാരിക്കുന്നത്. ദൈവം കൃപയോട് നമ്മോട് സംസാരിക്കുന്നു. കൃപയോടുകൂടി ദൈവത്തിൻ്റെ കൃപയാണ് നമുക്ക് കിട്ടുന്നത്. ദൈവത്തിന് അനന്തമായ കൃപ. നമുക്ക് അർഹതപ്പെട്ടതല്ല കൃപ എന്ന് പറയുന്നത് സൗജന്യദാനമാണ്, ഫ്രീ ഗിഫ്റ്റ്. ദൈവത്തിൻ്റെ സൗജന്യദാനമാണ്. ഈ കൃപയുടെ കാലത്ത് നാഥ, എനിക്ക് ഒരു കാരണവശാലും തെറ്റിപ്പോകാൻ ഇടവരാതെ നീ എന്നെ പിടിച്ചുകൊള്ളണമേ. ഈ കൃപയുടെ കാലത്ത് ഞാൻ നഷ്ടപ്പെട്ടനായി തീരല്ല കർത്താവേ. എനിക്ക് വേണ്ടി നീ ഒരുക്കിയ മനോഹരമായ സമയങ്ങളാണല്ലോ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. റഷ്യയിലെ സാർ ചക്രവർത്തിമാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് അന്ന് പള്ളിയുണ്ടായിരുന്നു, ആരാധനയുണ്ടായിരുന്നു, അവിടെ മെത്രാന്മാരുണ്ടായിരുന്നു, അച്ഛന്മാരുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ സുഭിക്ഷതയുടെ ആ കാലം, നല്ല സന്തോഷമായി സമൃദ്ധിയിൽ കഴിഞ്ഞ കാലം, വലിയ നെടുകിടക്കൻ ഗോപുരങ്ങൾ പോലുള്ളതായ ദേവാലയങ്ങൾ പണിതുയർത്തിയ കാലം, ആ കാലങ്ങൾ വളരെ മനോഹരമായിട്ട് അവർ കരുതിയിരുന്നു. പക്ഷേ അവർ രക്ഷ കണ്ടെത്തിയില്ല. റഷ്യയിലെ ജനങ്ങൾ അവർ കിട്ടിയ സമയം തക്കതിൽ ഉപയോഗിച്ച് രക്ഷയിലേക്ക് വന്നില്ല. ഫലമോ 1917 റഷ്യൻ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. ലെനിൻ എന്ന് പറയുന്ന ഒരാൾ ഭരണകർത്താവായി വന്നു. അദ്ദേഹത്തിൻ്റെ നിഷ്ഠൂരമായ ഭരണത്തിന് കീഴിൽ ആളുകൾ കൂട്ടം കൂട്ടമായി അരിഞ്ഞു വീഴ്ത്തപ്പെട്ടു. അനേകരെ കൊന്നൊടുക്കി. ലക്ഷങ്ങൾ ചത്തുപോയി. പ്രിയപ്പെട്ടവരെ, അവിടെ വലിയ വിപ്ലവം ഉണ്ടായി. ഭയങ്കര റഷ്യയിൽ ബോൾഷെവിക് വിപ്ലവം എന്ന് പറയുന്ന ബോൾഷെവിക് വിപ്ലവം, ആ റഷ്യയിലെ വിപ്ലവം 1917 തുടങ്ങിയ വിപ്ലവം, അതാണ് കമ്മ്യൂണിസ്റ്റ് മിനിസ്ട്രി ഉണ്ടാകുന്നതിന് പിന്നിൽ അതിൻ്റെ കാരണമായി വന്നത്.
അതിനുവേണ്ടി കൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടാകുന്നതിന് കാരണമായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് സുഖമാണ്, ഇന്ന് ആർക്കും ഒരു അലട്ടലുമില്ല. ഇന്നൊക്കെ നല്ല കാലം കിട്ടിയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസമുണ്ട്, നാളെ എന്തെന്ന് അറിഞ്ഞുകൂടാ. ഇന്നത്തെ ദിവസമുണ്ട്. ഞാൻ ഭയപ്പെടുന്നു. ഇന്നത്തെ ദിവസം എന്ന് പറയുന്ന ഒരു ദിവസം നമുക്ക് തന്നിട്ടുണ്ട്. ഇന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ അപകടമാണ്, അപായ സൂചനയാണ്. രക്ഷപ്പെടണം. ഇന്നൊരു ദിവസം കിട്ടി. നാളെ എന്ത് ആർക്കറിയാം? നാളെ ഞാൻ ഈ ഭൂമിയിൽ പിറക്കുമോ, ഞാൻ എഴുന്നേൽക്കുമോ അറിയാൻ പാടില്ല. ഉറങ്ങാൻ കിടന്നു പക്ഷേ എഴുന്നേൽക്കും എന്ത് ഉറപ്പാണുള്ളത്? കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഓരോ ദിവസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കണം. ഓരോ ദിവസവും കർത്താവ് തരുന്ന ദിവസം, യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് സന്തോഷിച്ചാനിക്ക് യഹോവയുണ്ടാക്കിയ ദിവസമാണ് ഇന്ന് എന്നൊരു സമയം കർത്താവ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നാളെ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് സന്തോഷിച്ചാനന്ദിക്കുക. ഇത് രക്ഷാ ദിവസമാണ്, രക്ഷ പ്രാപിക്കേണ്ട ദിവസമാണ്. ആത്മാവിൻ്റെ രക്ഷ, ആത്മാവിൻ്റെ വീണ്ടെടുപ്പ്. കർത്താവിന് സ്തോത്രം. നിത്യനായ രക്ഷകൻ അവിടുന്ന് ക്രൂശിൽ മരിച്ചു, നമുക്ക് വീണ്ടെടുപ്പ് തന്നു. നമ്മുടെ പാപങ്ങളെല്ലാം അവിടുന്ന് ഏറ്റെടുത്തു. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ? നമ്മുടെ പാപങ്ങളെല്ലാം ക്രിസ്തു ഏറ്റെടുത്തു. എല്ലാ പാവവും ക്രിസ്തു ഏറ്റെടുത്തു. അതുകൊണ്ട് ശിക്ഷ ക്രിസ്തുവിൻ്റെ മേലായി. നമ്മുടെ പാവം ഏറ്റെടുത്തുകൊണ്ട് പാവത്തിനുള്ള ശിക്ഷ ക്രിസ്തു ഏറ്റെടുക്കേണ്ടി വന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പാവത്തിന് വേണ്ടി ക്രിസ്തു ക്രൂശിൽ മരിച്ചു. അറിവായിട്ട് കിടക്കാനല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എന്തെല്ലാം അകൃത്യങ്ങളാണ് ചെയ്തത്, എന്തെല്ലാം വൃത്തികളാണ് ഞാൻ ചെയ്തത്, എൻ്റെ ചിന്തയിൽ എന്തെല്ലാമായിരുന്നു, എന്തെല്ലാം അശുദ്ധിയാണ് ഉണ്ടായിരുന്നത് എന്നതെല്ലാം യേശു തൻ്റെ മേലേക്ക് ഏറ്റെടുത്തു. യേശു തൻ്റെ മേലേക്ക് ഏറ്റെടുത്ത് എന്നെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയെടുത്തു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ശിക്ഷിക്കപ്പെടേണ്ടവനാണ്, ഞാനാണ് ശിക്ഷിക്കപ്പെടേണ്ടത്. എന്നാൽ എന്നെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ കർത്താവ് എൻ്റെ ശിക്ഷ അങ്ങോട്ട് ഏറ്റെടുത്തു. അവിടുത്തെ രക്ഷ എനിക്കിങ്ങോട്ട് തന്നു. ദൈവത്തിന് സ്തോത്രം. ശിക്ഷ യേശു ഏറ്റെടുത്തു, രക്ഷ എനിക്ക് തന്നു, നിത്യരക്ഷ എനിക്ക് തന്നു, നിത്യജീവൻ എനിക്ക് തന്നു. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, എനിക്ക് പൂർണ്ണമായിട്ട് കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഞാൻ പാപിയാണ്. അക്കാര്യം എനിക്ക് മനസ്സിലായി, എല്ലാം ഉറപ്പാണ്, ഞാൻ പാപിയാണ്. ഇതുവരെയുള്ള ജീവിതത്തിൽ പാപമേ ഉണ്ടായിട്ടുള്ളൂ. എന്തെല്ലാം ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു, ഓർക്കുമ്പോൾ പേടിയാകുന്നു. എന്തെല്ലാമാണ് ചിന്തകൾ, എന്തെല്ലാമായിരുന്നു എൻ്റെ വിചാരങ്ങൾ, എൻ്റെ വികാരങ്ങൾ എന്തെല്ലാമായിരുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ പെരുമാറ്റങ്ങൾ എങ്ങനെയായിരുന്നു, എന്തെല്ലാം അബദ്ധങ്ങളിലാണ് ഞാൻ കുടുങ്ങിയത്, ഏതെല്ലാം ചീത്ത വഴികളിലൂടെ ഞാൻ നടന്നത്. എൻ്റെ കർത്താവേ, എനിക്ക് ഭയമാകുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പറയണം, വ്യക്തമായി പറയണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ അനേകം അനർത്ഥങ്ങൾ, അതിനെല്ലാം നീ എന്നെ വീണ്ടെടുത്തല്ലോ കർത്താവേ. ദൈവമേ, ഇന്ന് സമയം നീ എനിക്ക് തന്നിരിക്കുന്നു. രക്ഷ വേണമെങ്കിൽ ഇന്ന് ഈ സ്വർഗീയ കൃപയുടെ വാതിൽ കൂടി അകത്തേക്ക് കടക്കാമെന്ന് കർത്താവ് പറയുന്നു. ഇന്ന് വേണമെങ്കിൽ രക്ഷപ്പെടാം. നാളെ എന്താണെന്ന് പറയുന്നില്ല. നാളെ എന്നൊരു ദിവസമല്ല, ഇന്ന് എന്ന് ഒരു ദിവസം തന്നിട്ട് കർത്താവ് പറയുന്നു, രക്ഷപ്പെടുവീൻ എന്ന് പറയുന്നു. സ്തോത്രം. രക്ഷപ്പെടുവീൻ എന്നാണ് പറയുന്നത്. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസും ശീലാസും ഫിലിപ്പിയൻ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ അർദ്ധരാത്രിയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. അവിടെ ബന്ധിക്കപ്പെട്ടിരുന്നവരുടെ ചങ്ങലയെല്ലാം അഴിഞ്ഞുപോയി. കാരാഗ്രഹത്തിൻ്റെ വാതിലെല്ലാം താനേ തുറന്നുപോയി. എല്ലാ തടവുകാരും രക്ഷപ്പെട്ടു കാരാഗ്രഹപ്രമാണി വിചാരിച്ചു. കാരാഗ്രഹപ്രമാണി ഭയന്ന് വിറച്ചുകൊണ്ട് ഓടി വന്നപ്പോൾ അപ്പോഴുണ്ട് പൗലോസ്ലീഹായും ശീലാസും പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു, സ്തുതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് മനസ്സിലാവുകയില്ല. ശരീരമാകെ ചുട്ടു നീറിക്കൊണ്ടിരിക്കുന്നു. ദേഹത്തുകൂടി അടിയേറ്റ പാടുകളിൽ നിന്ന് ഇങ്ങനെ രക്തം തിണർത്ത് അവിടെ കറ്റപിടിച്ചിരിക്കുന്നു. അവിടെയെല്ലാം നീറ്റലുണ്ട്. അന്ന് ഒന്നും കഴിച്ചിട്ടില്ല, വിശപ്പുണ്ട്, ദാഹമുണ്ട്. പക്ഷേ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കിന്ന് പ്രസംഗിക്കുമ്പോൾ ഇതൊക്കെ പറയാം. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ അറിയാം, അയ്യോ എൻ്റെ കർത്താവേ, ഞാൻ എങ്ങനെ അതിനെ നേരിടും? ദൈവത്തിന് സ്തോത്രം. എങ്ങനെ അതിനെ അഭിമുഖീകരിക്കും? അന്ന് അപ്പോസ്തലനായ പൗലോസും ശീലാസും അവിടെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. എന്തിനു വേണ്ടി സ്തുതിച്ചു? കർത്താവേ, നിൻ്റെ നാമത്തിൽ നിന്ന് ഏൽപ്പാൻ ഞങ്ങൾക്കിടയായി, നിനക്ക് സ്തോത്രം. നിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് ശിക്ഷ ഏൽക്കാനിടയായി, നിനക്ക് സ്തോത്രം. കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ അടിയേറ്റു, നിനക്ക് സ്തോത്രം. കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനേകം പീഡകൾ അനുഭവിച്ചു, ദൈവത്തിന് സ്തോത്രം. അത് ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്താണ് സ്തുതിക്കാനുള്ള വിഷയം? ദൈവത്തിന് സ്തോത്രം. രക്ഷപ്പെട്ടെങ്കിൽ സ്തുതിക്കാം. പക്ഷേ രക്ഷപ്പെട്ടുന്നില്ലല്ലോ, കാരാഗ്രഹത്തിലല്ലേ, അവരിറങ്ങി ഓടിപ്പോകുന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. കാരാഗ്രഹമാണി അവൻ വെളിച്ചമെല്ലാം കെട്ടിയിരിക്കുന്നു. അവൻ വെളിച്ചം ചോദിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു, ആരെയും കാണുന്നില്ല. അപ്പോഴാണ് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരാഗ്രഹമാണി എല്ലാവരും ഓടിപ്പോയി എന്ന് വിചാരിച്ച് അവൻ അമ്പരപ്പോടെ നിൽക്കുമ്പോൾ അപ്പോഴാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, പേടിക്കേണ്ട, ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെയുണ്ട്.
നീയോ പേടിക്കേണ്ട, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്, ഞങ്ങളിവിടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവ വൈതലിൻ്റെ ഹൃദയത്തിലുള്ള സമാധാനമാണ് പറയുന്നത്, നീ പേടിക്കേണ്ട എന്ന്. ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ എന്നാണ്. ഞങ്ങളിവിടെ ഉണ്ടല്ലോ, നിന്നെ സഹായിക്കാൻ ഞങ്ങളുണ്ടല്ലോ, നിൻ്റെ പേടി മാറ്റാൻ ഞങ്ങളുണ്ടല്ലോ, നിൻ്റെ അസ്വസ്ഥത മാറ്റാൻ ഞങ്ങളുണ്ടല്ലോ, നിൻ്റെ ഭയാനകമായ നിൻ്റെ വേദനാ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ ഞങ്ങളിവിടെ ഉണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവൻ ചോദിച്ചു, യജമാനന്മാരെ രക്ഷകരായപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ അനുഭവിക്കുന്ന സമാധാനം ഉണ്ടല്ലോ, അത് ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അനുഭവിക്കുന്ന ഈ സ്തുതി ഉണ്ടല്ലോ, ഞാൻ എന്താ ചെയ്യേണ്ടത്? യജമാനന്മാരെ രക്ഷകരായപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടു? ദൈവത്തിന് സ്തോത്രം. രക്ഷകരായപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി, ഞാൻ ചെയ്തു കൊള്ളാം. നോക്കൂ, അവരെ തല്ലിയ മനുഷ്യൻ, അവരെ ഉപദ്രവിച്ച മനുഷ്യൻ, നിഷ്ഠൂരമായി അവരെ ഉപദ്രവിച്ച മനുഷ്യൻ ചോദിക്കുകയാണ്, ഞാൻ രക്ഷകരായപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ പൗലോസ് പറഞ്ഞു, കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സ്തോത്രം. അതാണ് രക്ഷ. നീയും രക്ഷപ്പെടും, നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും. സഹോദരങ്ങളെ, നമുക്ക് മക്കളുണ്ടല്ലോ, മക്കൾ രക്ഷപ്പെടണ്ടേ? മക്കൾ ദൈവരാജ്യത്തിലെത്തണ്ടേ? അക്കരെ ദേശത്തേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ ഒരുപക്ഷെ ഭാഗ്യവശാൽ നാം ദൈവരാജ്യത്തിലെത്തിയെന്നിരിക്കട്ടെ, എന്നാൽ നമ്മുടെ മക്കൾ കൂടെ ഇല്ല, കാണുമ്പോൾ എന്തൊരു സങ്കടമായിരിക്കും. ഭർത്താവ് കൂടെ ഇല്ല, ഭാര്യയ്ക്ക് എന്തൊരു സങ്കടമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. രക്ഷപ്പെട്ടില്ലല്ലോ, വചനം കേട്ടില്ലല്ലോ, എൻ്റെ ഭർത്താവ് രക്ഷപ്പെട്ടില്ലല്ലോ. ഞാനോ കൃപയാൽ വചനം കേട്ട് രക്ഷപ്പെട്ടു, പക്ഷേ എൻ്റെ ഭർത്താവ് രക്ഷപ്പെട്ടില്ലല്ലോ, എന്തൊരു സങ്കടമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പുറം നിന്നുകൊണ്ട് ഇപ്പുറം കാണാം, മുകളിലെ പറുദീസായിൽ നിന്നുകൊണ്ട് താഴെ പാതാളത്തിലുള്ളവരെ കാണാം. അതാണ് ഏറ്റവും ഭയാനകമായ കാര്യം. ഇവിടെ നിന്ന് പാതാളത്തിൽ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ പറുദീസായിരിക്കുന്ന സ്വന്തം ഭർത്താവിനെ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ കാണാം. അയ്യോ, ഞങ്ങൾ വേറെ തിരിഞ്ഞു പോയല്ലോ, ഞങ്ങൾ രണ്ടായിപ്പോയല്ലോ, രണ്ട് ലോകത്തായി പോയല്ലോ എന്ന് തീരും. ഇത് ഈ യാതന എന്ന് തീരും. ഈ വലിയ നരകത്തിൻ്റെ ഭീകരത എന്നാണ് തീരുന്നത്? ഇല്ല, തീരുകയില്ല. അത് അനന്തമാണ്, അത് അറുതിയില്ലാത്തതാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ കാര്യം നിങ്ങൾ ഗ്രഹിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ താഴും, സംശയമില്ല. ഏത് അഹങ്കാരിയും താഴും, അവൻ്റെ തല താണു പോകും. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എനിക്ക് ആശ്രയിപ്പാൻ ഒന്നുമില്ല, ആരുമില്ല, എനിക്ക് ആരിലും ചാരാനില്ല, എനിക്കാകെ യേശുവേ നീ മാത്രം, നീയേ എനിക്കുള്ളൂ, നീയാണ് എൻ്റെ സമ്പത്ത്. ദൈവത്തിന് സ്തോത്രം. നീ എന്നെ വിട്ട് പോകരുതേ, എന്നെ വിട്ട് മറഞ്ഞു പോകരുതേ, മാറരുതേ, മുഖം മറയ്ക്കരുതേ കർത്താവേ, എന്നിൽ നിന്ന് മാറിപ്പോകരുതേ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എൻ്റെ പാവങ്ങൾക്ക് തവണ നീ എന്നോട് ചോദിക്കുമെങ്കിൽ എനിക്കൊരു കാലത്തിന് രക്ഷപ്പെടാൻ സാധ്യമല്ല. എനിക്കറിയാം, എൻ്റെ പാവങ്ങൾക്ക് തവണ്ണം, എൻ്റെ ഹ്യൂമൻ നേച്ചർ, എൻ്റെ മനുഷ്യ സ്വഭാവത്തിനൊത്തവണ്ണം നീ എന്നെ കുറ്റമതിക്കുമെങ്കിൽ രക്ഷപ്പെടാൻ എനിക്ക് സാധ്യമല്ല. യേശുവേ, നീ കുരിശിൽ മരിച്ചു എന്നുള്ളത് കൊണ്ട്, നിൻ്റെ രക്തം എനിക്ക് വേണ്ടി ചിന്തി എന്നുള്ളത് കൊണ്ട്, എൻ്റെ പാവങ്ങൾ നീ ഏറ്റെടുത്തു എന്നുള്ളത് കൊണ്ട്, അതുകൊണ്ട് മാത്രമാണ് എനിക്ക് രക്ഷ കിട്ടുന്നത്. കർത്താവേ, നിൻ്റെ കൃപ മാത്രം. സ്തോത്രം. താഴുകയാണ്, വിനയപ്പെടുകയാണ്. കർത്താവേ, എനിക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല. ദൈവത്തോട് ഞാൻ പറയുകയാണ്, കർത്താവേ, അഭിമാനാർഹമായി ഒന്നും എൻ്റെ ജീവിതത്തിലില്ല. കർത്താവേ, നല്ലതെന്ന് പറയാൻ ഒന്നും എൻ്റെ ജീവിതത്തിലില്ല. ഞാൻ പലതും നല്ലത് ചെയ്തു നോക്കി, പക്ഷേ ഒന്നും നല്ലതാകുന്നില്ല. ഞാൻ എന്നെ തന്നെ നന്നാക്കാൻ നോക്കി, അത് നന്നാകുന്നില്ല. യേശുവേ, എൻ്റെ അവസ്ഥ ഭയാനകമാണ്. നാഥാ, ഞാനൊരു പൂവർ സിന്നർ, ഞാനൊരു നിസ്സാരനായ പാവി. ദൈവത്തിന് സ്തോത്രം. ഞാൻ മഹാഭാവി, ഐ എം എ പൂവർ സിന്നർ. ഞാൻ നിസ്സാരനായ ഒരു മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. ഇത് നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് നിങ്ങളിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹൃദയവും താഴ്ത്തുമെങ്കിൽ ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ അരികത്ത് നിൽക്കുന്ന ക്രിസ്തു നിങ്ങളുടെ അരികിലേക്ക് വന്ന് ചേർന്ന് നിൽക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ക്രിസ്തുവിനെ വിളിക്കുമെങ്കിൽ, കൂട്ടായ്മയല്ല, ദൈവമക്കളെയല്ല, യേശു ക്രിസ്തുവിനെ നിങ്ങൾ കണ്ട് എൻ്റെ രക്ഷകനായ ക്രൂശിൽ വെച്ച രക്ഷക യേശുവേ, നീ എൻ്റെ അടുക്കൽ വന്ന് നീ വിശ്വസിക്കുന്നു പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ വരുമെങ്കിൽ എല്ലാറ്റിനും പരിഹാരമുണ്ടെന്ന് ഞാൻ പറയട്ടെ. കടത്തിന് പരിഹാരമുണ്ട് മോനെ, നിൻ്റെ കടത്തിന് പരിഹാരമുണ്ട്. മോളെ, നിൻ്റെ ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ട്. നിൻ്റെ ഭർത്താവിൻ്റെ ദുസ്വഭാവം മാറാൻ ഒരു പ്രയാസവുമില്ല. യേശു മാറ്റിത്തരും. ദൈവത്തിന് സ്തോത്രം. മദ്യപാനശീലമുള്ള മനുഷ്യന് സുബോധം കിട്ടും. ദൈവത്തിന് സ്തോത്രം. എല്ലാം കുടിച്ചു മുടിക്കുന്ന മനുഷ്യന് നന്നായി ജീവിക്കണമെന്നുള്ള ആഗ്രഹം വരും. നീ നിൻ്റെ കാര്യം യേശുവിനെ ഏൽപ്പിക്കൂ. യേശുവിനോട് നീ പറയൂ. ദൈവത്തിന് സ്തോത്രം. ഈ രക്ഷ നീ അനുഭവിച്ചുകൊണ്ട് യേശുവിനോട് നീ കരയൂ. യേശുവിൻ്റെ മുമ്പിൽ നിന്ന് കരയൂ. കർത്താവേ, എൻ്റെ ഭർത്താവ് നാശത്തിലേക്ക് പോകുന്നു, അദ്ദേഹം കുടിച്ച് മുടിക്കുന്നു, ഒരു ചുമതലാബോധമില്ലാതെ നടക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പോലും പറ്റാത്തതുകൊണ്ടും രാത്രി അലറുന്നു, ഗർജിക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ഭർത്താവിനോട് മനസ്സിലിയണമേ. ആ സാധു മനുഷ്യൻ പിശാചിൻ്റെ പിടിയിലോട്ട് ഞെരിയുകയാണ്. പിശാച് അദ്ദേഹത്തെ ഞെരിക്കുകയാണ്. എൻ്റെ കർത്താവേ, അദ്ദേഹത്തിന് രക്ഷപ്പെടണമെന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. പിശാച് കൂട്ടിക്കെട്ടിയിട്ടിരിക്കുകയാണ്. കയ്യും കാലും കൂട്ടിക്കെട്ടി അദ്ദേഹത്തെ ചങ്ങലയിട്ട് പിശാച് നരകത്തിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ഭർത്താവിന് സുബോധം കൊടുക്കണമേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഓരോന്നോരോ നിങ്ങൾക്ക് കാണാം, ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം. ദൈവത്തോട് പറയാം, കർത്താവേ, എൻ്റെ ദൈവമേ, എനിക്ക് രക്ഷ തരണമേ. പോരാ, എൻ്റെ ഭാര്യയ്ക്ക് രക്ഷ തരണമേ, എൻ്റെ ഭർത്താവിന് രക്ഷ തരണമേ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് രക്ഷ തരണമേ. നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കുടുംബം രക്ഷ പ്രാപിക്കും.
കുടുംബം മുഴുവനായി രക്ഷ പ്രാപിക്കുന്ന ഒരു ഭാഗ്യം നിങ്ങൾക്ക് വേണമോ പ്രിയപ്പെട്ടവരെ? സ്തോത്രം. നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിന് ഇടം കൊടുത്താൽ അവിടെ യേശു വന്നിരിക്കും, ഉറപ്പ്. ഹൃദയത്തിൽ യേശുവിന് ഇടം കിട്ടിയാൽ, നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചാൽ യേശു അവിടെ വന്നിരിക്കും. വേറെ ദൈവമക്കളാരും വരണമെന്ന് നോക്കേണ്ട ആവശ്യമില്ല. യേശു അവിടെ വരും. സ്തോത്രം. കാരണം യേശു വസിക്കുന്ന ഹൃദയം, യേശു അതാണ് നോക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പെരയ്ക്ക് കല്ലിടണമെന്ന് പറയുന്നു. എന്തിന്? അതിന് നിങ്ങൾ ആരെയും അന്വേഷിക്കേണ്ട, ദൈവമക്കളെ അന്വേഷിക്കേണ്ട. ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ തന്നെ സമർപ്പിക്കണം. കർത്താവേ, ഞാനിതാ ഒരു ഭവനം പണിയാൻ പോകുന്നു, അതിനുള്ളതായ റിസോഴ്സസ്, അതിനുള്ളതായ സൗകര്യങ്ങൾ, പണമോ മറ്റോ ഒന്നും ഇപ്പോൾ എൻ്റെ കയ്യിൽ മുഴുവൻ വന്നിട്ടില്ല. കർത്താവേ, ബാങ്കിൽ നിന്നല്ല കടമെടുത്താണ് പണിയെന്ന് വിചാരിക്കുന്നത്. കർത്താവേ, ഈ കല്ല് ഞാൻ നിൻ്റെ നാമത്തിൽ ഞാനിവിടെ നിക്ഷേപിക്കുന്നു. ഞാനോ അല്ലെങ്കിൽ എൻ്റെ അപ്പനോ കാരണവന്മാർ ഇവിടെ നിക്ഷേപിക്കുന്നു. വേറെ ആരെയും ഞാൻ വിളിക്കുന്നില്ല. എൻ്റെ കർത്താവേ, നീ തന്നെ എഴുന്നള്ളി വന്ന് ഈ കല്ലിവിടെ സ്ഥാപിക്കണമേ. കർത്താവേ, ഈ ഭവനം പണി പൂർത്തിയായിരിക്കാൻ നിൻ്റെ കൃപ എനിക്ക് തരണമേ. പ്രാർത്ഥിച്ച് നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വേറെ ആരെയും അന്വേഷിക്കില്ല, വേറെ ആരെയും ദൈവമക്കളെ ആരെയും അന്വേഷിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമോ? ഞാൻ അനേക അനുഭവങ്ങളുടെ വെളിച്ചത്തിലായി പറയുന്നത്. വാഴ്ത്തി പ്രാർത്ഥിച്ചു, പക്ഷേ ആളുടെ ഹൃദയത്തിൽ ജീവനില്ല. ആത്മാവ് പോയി അവന് എന്ത് പ്രയോജനം? വാഹനം വാഴ്ത്തി, പക്ഷേ ജീവനില്ല. ആത്മാവ് ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ട് ആ വാഹനം വാഴ്ത്തിക്കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്താണ് വേണ്ടത്? ഞാൻ എന്ന് പറയുന്ന മനുഷ്യൻ രൂപാന്തരപ്പെടണം. എൻ്റെ ഹൃദയം മാറണം. ഞാൻ യേശു ഉള്ളവനായി തീരണം. യേശുവിനെ വഹിക്കുന്നവനായി തീരണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ വഹിക്കുന്നവനായി തീരണം. യേശു ഉള്ളവനായി തീരണം. യേശുവിനെ വഹിക്കണം നാം ഓരോരുത്തരും. എൻ്റെ കർത്താവിന് സ്തോത്രം. യേശുവിനെയും വഹിച്ചുകൊണ്ട് വേണമെന്ന് സഞ്ചരിക്കാൻ യേശു നമ്മുടെ കൂടെ ഉണ്ട്. ആ ഉറപ്പ് നമുക്കുണ്ടാകണം. അത് തക്കവണ്ണം നമ്മുടെ ജീവിതം മാറണം, രൂപാന്തരപ്പെടണം. നമ്മുടെ പ്രകൃതം മാറണം, നമ്മുടെ സ്വഭാവം മാറണം. നാം പെരുമാറുന്ന രംഗങ്ങളിലെല്ലാം യേശുവിൻ്റെ ആ സത്യ വെളിച്ചം മറ്റുള്ളവർക്ക് കിട്ടണം. നമ്മൾ ഇടപെടുന്നിടത്തെല്ലാം യേശുവിന് സത്യ വെളിച്ചമാണ് കിട്ടേണ്ടത്. ഒരുപക്ഷേ പലരും തെറ്റിദ്ധരിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തു തരാം. സാരമില്ല, ആളുകൾ ആക്ഷേപിച്ചു കൊള്ളട്ടെ, ആരെങ്കിലും തെറ്റിദ്ധരിച്ചു കൊള്ളട്ടെ, ഒന്നും പേടിക്കാനില്ല. പക്ഷേ നിങ്ങളുടെ പ്രതിഫലം സ്വർഗ്ഗത്തിൽ വലുതായിരിക്കും. നിങ്ങൾ ദൈവത്തെ നോക്കിക്കൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതകരമായ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ദൈവം നിങ്ങൾ പ്രവർത്തിക്കും. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് ദൈവം തന്നിരിക്കുന്ന ദിവസമാണ്, രക്ഷാ ദിവസമാണ്. നിങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ അപേക്ഷിപ്പീൻ. കർത്താവേ, ഞാൻ ശിക്ഷാർഹനാണെന്ന് നിങ്ങൾ പറയണം. ശിക്ഷയ്ക്ക് അർഹനാണെന്ന് പറയണം. ഞാൻ ശിക്ഷിക്കപ്പെടേണ്ടവനാണെന്ന് പറയണം. എൻ്റെ കർത്താവേ, നരകത്തിയിലേക്ക് പോകേണ്ടവനാണെന്ന് പറയണം. എൻ്റെ കർത്താവേ, നീ കുരിശിൽ മരിച്ചതുകൊണ്ട്, യേശുവേ, കുരിശിൽ മരിച്ച നിൻ്റെ പരിശുദ്ധ രക്തം ചിന്തിയതുകൊണ്ട്, കർത്താവേ, നീതിമാൻ്റെ പുണ്യരക്തം ചിന്തിയതുകൊണ്ട്, കർത്താവേ, അതുകൊണ്ട് എനിക്ക് മോചനമുണ്ടായി എന്ന് നിങ്ങൾ പറയണം. കർത്താവേ, എനിക്ക് മോചനത്തിന് അർഹതയുണ്ടായിട്ടല്ല, നിനക്ക് എന്നോട് കരുണ തോന്നിയെന്ന് മാത്രം. നീ എനിക്ക് കരുണ ചെയ്ത് എൻ്റെ പാവങ്ങൾ ക്ഷമിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം, എൻ്റെ പാവങ്ങൾ നീയെല്ലാം രക്തത്താൽ കഴുകി എന്നുള്ളതുകൊണ്ട് മാത്രം, നിൻ്റെ തിരക്തത്തിൻ്റെ ഒരു മുദ്ര എൻ്റെ മേൽ ചാർത്തി എന്നുള്ളതുകൊണ്ട് മാത്രം, അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. യേശുവേ, നീ എന്നോട് മനസ്സലിയണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. അങ്ങനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ഈ ലോകത്തല്ല, ഭൂമിയിലല്ല, നിങ്ങൾ സ്വർഗ്ഗത്തിലെത്തിയതുപോലെ പ്രതീതി നിങ്ങൾക്കുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ഇവിടെയല്ല നമ്മുടെ വാസം, സ്വർഗ്ഗത്തിൽ. എന്നാൽ ഈ ഭൂമി ഇരിക്കുമ്പോൾ തന്നെ സ്വർഗ്ഗത്തിലായിരിക്കുന്ന അനുഭവം കിട്ടും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സ്വർഗ്ഗത്തിലായിരിക്കുന്ന അനുഭവം, സ്വർഗീയനായ അനുഭവം, സ്വർഗീയമായ ആനന്ദാനുഭവം നിങ്ങൾ ലഭിക്കും. നിങ്ങൾ ദൈവത്തെ മതിമറന്ന് സ്തുതിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശു ഇതാ നിങ്ങളുടെ അരികത്ത് നിൽക്കുകയാണ്, നിങ്ങളോട് സംസാരിക്കുകയാണ്, നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുകയാണ്. ഹൃദയത്തെ കർത്താവ് തുറന്നുകൊണ്ടിരിക്കുകയാണ്, സുബോധം തന്നുകൊണ്ടിരിക്കുകയാണ്, അനുതാപം തന്നുകൊണ്ടിരിക്കുകയാണ്, ഹൃദയം തകർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ രക്ഷിതാവിനോട് രക്ഷയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലത്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ സമയം കളയാതെ ഇപ്പോൾ തന്നെ യേശുവേ, ഇതിൻ്റെ രക്ഷ എനിക്ക് തരണമേ. ഇത് രക്ഷാ ദിവസമാണ്, രക്ഷയുടെ സുദിനമാണ്, രക്ഷയുടെ സന്തോഷ ദിവസമാണ്. യേശുവേ, എന്നെ രക്ഷിക്കണമേ. യേശുവേ, ക്രൂശിലെ തിരക്തത്താൽ എൻ്റെ പാപങ്ങൾ മോചിക്കണമേ. എല്ലാ പാപവും കഴുകി എന്നെ വിശുദ്ധീകരിക്കണമേ. ഇന്നു മുതൽ നാഥ, ഞാൻ വിശുദ്ധനായി ജീവിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അത്ഭുത സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നന്ദിയുടെ സ്തോത്രം. അവിടുത്തെ മക്കളെ സന്ദർശനത്തിനായി നന്ദിയുടെ സ്തോത്രം. ഇത് രക്ഷാ ദിവസമാകിയാൽ നന്ദിയുടെ സ്തോത്രം. അപ്പോൾ ഈ മക്കളെല്ലാവരും അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ. അവിടുത്തെ കൃപ കൂടി ഉണ്ടായിരിക്കണമേ കർത്താവേ. ഇന്ന് പുതിയ വെളിച്ചം കണ്ടു എന്നുള്ള അനുഭവത്തോടെ എഴുന്നേൽപ്പാൻ ഭാഗ്യം തരണമേ. രക്ഷിതാവിനെ കണ്ടെത്തി എന്നുള്ളതായ അത്ഭുത സമയം ലഭിച്ചു എന്നുള്ളതുകൊണ്ട് സന്തോഷിച്ച് ഈ ഇതിൻ്റെ പ്രിയമക്കൾ ആനന്ദിപ്പാണ്ടിയാകണമേ കർത്താവേ. അവിടുത്തെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിലയിൽ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.